നമസ്കാരം. യുകെയിലെ പീറ്റർബറോയിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി നിലനിന്ന ഭാരത് ഹിന്ദു സമാജ് മന്ദിരം ഒരു ഇസ്ലാമിക സംഘടനയ്ക്ക് മസ്ജിദ് നിർമ്മാണത്തിനായി നഗരസഭ കൈമാറിയ സംഭവം പാശ്ചാത്യ രാജ്യങ്ങളിൽ ഹിന്ദു സമൂഹത്തിന്റെ നിലനിൽപ്പിന് നേരെ ഉയരുന്ന വലിയൊരു സാംസ്കാരിക അധിനിവേശത്തിന്റെ സൂചനയാണ്. ഉഗാണ്ടയിൽ നിന്ന് പലായനം ചെയ്ത ഹിന്ദുക്കൾ തങ്ങളുടെ വിശ്വാസത്തെയും സംസ്കാരത്തെയും നെഞ്ചിലേറ്റിക്കൊണ്ട് 1986 കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ഈ ആരാധനാലയം ഇന്ന് സാമ്പത്തിക ലാഭത്തിന്റെ പേര് പറഞ്ഞൊരു ഭരണകൂടം നിസ്സാരമായി തള്ളിക്കളയുകയാണ്. ഈ നടപടി യുകെയിലെ ഹിന്ദുക്കളുടെ ആത്മാഭിമാനത്തിന് മേൽ തൊടുക്കുന്ന പ്രഹരമാണ്. എന്തുകൊണ്ട് നഗരസഭ ഇത്തരം ഒരു തീരുമാനമെടുത്തു? ഉന്നതമായ തുക ക്ഷേത്രം ട്രസ്റ്റ് വാഗ്ദാനം ചെയ്തിട്ടും അത് നിരസിക്കപ്പെട്ടത് എന്തുകൊണ്ട്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സാമ്പത്തികം മാത്രമല്ല, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഇരുണ്ട വശങ്ങളാണ്. നമ്മുടെ ക്ഷേത്രങ്ങൾ ഇല്ലാതാകുമ്പോൾ അവിടെ അന്യമായ ഒരു സംസ്കാരം വേരുപിടിക്കുന്നത് വരാനിരിക്കുന്ന വലിയ വിപത്തുകളുടെ തുടക്കമാണ്. ഇതൊരു മതപരമായ പ്രശ്നമായി മാത്രം കാണരുത്. നമ്മുടെ വേരുകൾ അറുത്തുമാറ്റാനുള്ള ആസൂത്രിതമായ നീക്കമായി ഇതിനെ തിരിച്ചറിയണം. ഇനിയുള്ള കാലം പ്രവാസികൾക്ക് അതിജീവിക്കാനുള്ള പോരാട്ടത്തിൻ്റെതാണ്. ഈ ക്ഷേത്രം വിറ്റതോടെ പീറ്റർബറോ നഗരത്തിൽ ഹിന്ദുക്കളുടെ സാംസ്കാരിക അടിത്തറ തകർക്കപ്പെട്ടിരിക്കുന്നു. 56 കിലോമീറ്റർ ചുറ്റളവിൽ ഇനി ആരാധനാലയമില്ലാത്ത അവസ്ഥ ഹിന്ദുക്കളെ ഒരു ന്യൂനപക്ഷമായി ഒതുക്കാനുള്ള നീക്കമാണ്. ഭാവിയിൽ ഇത്തരം നഗരസഭകൾ ഹിന്ദുക്കളുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനും അവ ഇതര മത വിഭാഗങ്ങൾക്ക് നൽകാനും മടിക്കില്ല. ഒരു നഗരത്തിൽ ഒരു ആരാധനാലയം ഇല്ലാതായാൽ സ്വാഭാവികമായും ആ സമൂഹത്തിന്റെ ഒത്തുകൂടലുകൾ കുറയും. അതോടെ ആ പ്രദേശങ്ങളിൽ ഹൈന്ദവ സാന്നിധ്യം തന്നെ തുടച്ചു നീക്കപ്പെടും. ഇതൊരു നോഗോ സോൺ സൃഷ്ടിക്കുന്നതിന് തുല്യമാണ്. പീറ്റർബറോയിലെ ഈ സംഭവം നാളെ യുകെയിലെ മറ്റിടങ്ങളിലും ആവർത്തിക്കപ്പെടാം. നമ്മുടെ കുട്ടികൾക്ക് തങ്ങളുടെ വേരുകളെ കുറിച്ച് അറിയാൻ കഴിയാത്ത, സ്വന്തം വിശ്വാസം പരസ്യമായി ആചരിക്കാൻ കഴിയാത്ത ഒരു ഭാവിയാണ് നമ്മൾ കാണുന്നത്. ഈ അവസ്ഥ തുടർന്നാൽ യുകെയിലെ സാമൂഹിക ഘടന പൂർണ്ണമായും മാറിമറിയുകയും തദ്ദേശീയരായ ഹിന്ദുക്കൾക്ക് തങ്ങളുടെ സ്വന്തം മണ്ണിൽ അന്യരായി ജീവിക്കേണ്ടി വരികയും ചെയ്യും. യുകെയിൽ ഇപ്പോൾ നടക്കുന്ന അനിയന്ത്രിതമായ കുടിയേറ്റം രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ അട്ടിമറിക്കുന്ന ഒന്നാണ്. നിയന്ത്രണമില്ലാത്ത ഈ കുടിയേറ്റം ജിഹാദി ചിന്താഗതികൾ വ്യാപിപ്പിക്കാൻ അവസരം നൽകുന്നു. മതപരിവർത്തനവും അന്യസംസ്കാരങ്ങളുടെ മേധാവിത്വവും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നവർ ഇപ്പോൾ യുകെയിലെ നഗരങ്ങളെ തങ്ങളുടെ താവളമാക്കുകയാണ്. ഇതിൽ ഏറ്റവും ഭയാനകമായ വശമാണ് ഗ്രൂമിംഗ് ഗ്യാങ് പ്രവർത്തനങ്ങൾ. നിഷ്കളങ്കരായ പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് വലയിലാക്കുന്ന ഈ മാഫിയകൾ യുകെയുടെ സാമൂഹിക സുരക്ഷിതത്തിന് വലിയ ഭീഷണിയാണ്. ഇവർക്ക് ലഭിക്കുന്ന രാഷ്ട്രീയ പിന്തുണയാണ് ഇത്തരം ക്ഷേത്ര വിൽപ്പനകൾക്കും മറ്റും ശക്തി പകരുന്നത്. ഇത്തരം സംഘങ്ങൾ ഒരു പ്രദേശത്ത് വേരുറപ്പിച്ചാൽ അവിടെയുള്ള സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാകും. ക്ഷേത്രം പോലുള്ള ആത്മീയ കേന്ദ്രങ്ങൾ ഇല്ലാതാകുമ്പോൾ ഇത്തരം സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളെ തടയാൻ ശേഷിയുള്ള സാംസ്കാരിക പ്രതിരോധം അവിടെ തകരുകയാണ്. ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ ഹിന്ദുക്കൾക്ക് മുന്നിലുള്ള ഒരേ ഒരു മാർഗം ഐക്യമാണ്. നിയമ പോരാട്ടങ്ങൾ മാത്രം പോരാ, ശക്തമായ രാഷ്ട്രീയ ഇടപെടലുകൾ കൂടിയേ തീരൂ. എണ്ണത്തിൽ കുറവാണെങ്കിലും സംഘടിതമായി നിന്നാൽ മാത്രമേ നഗരസഭകളെ പോലെയുള്ള ഭരണകൂടങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയൂ. പ്രവാസികൾ തങ്ങളുടെ സാമ്പത്തിക ശേഷി ഉപയോഗിച്ച് ക്ഷേത്രങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും എടുക്കാനുള്ള കൂട്ടായ്മകൾ രൂപീകരിക്കണം. ഓരോ ഹിന്ദുവും തങ്ങളുടെ കുടുംബത്തെയും വിശ്വാസത്തെയും സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായിരിക്കണം. ഗോ ഫൗണ്ട് മീ വഴി സമാഹരിച്ച 86,000 പൗണ്ട് ഒരു നല്ല തുടക്കമാണ്. പക്ഷെ അതുമാത്രം പോരാ. ശക്തമായ ലോബിയിങ്ങിലൂടെയും രാഷ്ട്രീയ പാർട്ടികൾക്ക് മേൽ വോട്ട് ബാങ്ക് സമ്മർദ്ദം ചെലുത്തിയും മാത്രമേ നമുക്ക് കാര്യങ്ങൾ തിരുത്താൻ സാധിക്കൂ. നമ്മുടെ കുട്ടികൾക്ക് സ്വന്തം പൈതൃകത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകി വരും തലമുറയെ പോരാളികളാക്കി വളർത്തേണ്ടത് നമ്മുടെ കടമയാണ്. നഗരസഭയുടെ ഈ നീക്കത്തിൽ മതേതരത്വത്തിന്റെ പേര് പറയുമ്പോഴും യഥാർത്ഥത്തിൽ നടക്കുന്നത് ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിക്കലാണ്. കൂടിയ തുക വാഗ്ദാനം ചെയ്തിട്ടും ക്ഷേത്രം ട്രസ്റ്റിനെ തള്ളിക്കളഞ്ഞത് അഴിമതിയുടെയും മതപരമായ വിവേചനത്തിന്റെ വ്യക്തമായ തെളിവാണ്. നികുതിദായകരുടെ പണം കൈകാര്യം ചെയ്യുന്നവർക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം. ഈ വിൽപ്പനയ്ക്കെതിരെ ശക്തമായ അന്വേഷണം ആവശ്യപ്പെടണം. പദ്ധതി ഇട്ടിരിക്കുന്ന യൂണിറ്റി സെന്റർ ഒരു കപട നാടകമാണ്. മറ്റൊരു മതം വളർത്തുന്നത് ഐക്യമല്ല, അധിനിവേശമാണ്. ഇതിനെതിരെ നമ്മൾ ശബ്ദമുയർത്തണം. മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഈ വാർത്ത ലോകമെമ്പാടും എത്തിക്കണം. കുടിയേറ്റത്തിന്റെ തോത് ഇതേപോലെ തുടരുകയാണെങ്കിൽ യൂറോപ്പിന്റെ മുഖച്ഛായ തന്നെ മാറും. ജനാധിപത്യ മൂല്യങ്ങൾ എന്നേക്കുമായി അസ്തമിച്ച് പകരം മതാധിഷ്ഠിത നിയമങ്ങൾ വരും. പീറ്റർബറോയിലെ ക്ഷേത്ര സംഭവം ഒരു ചെറിയ സൂചന മാത്രമാണ്. ഇത് വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ മുന്നോടിയാണ്. സ്വന്തം സംസ്കാരത്തെയും പൈതൃകത്തെയും സംരക്ഷിക്കാൻ ഇനിയെങ്കിലും നമ്മൾ തയ്യാറായില്ല എങ്കിൽ ചരിത്രം നമ്മോട് മാപ്പ് ചോദിക്കില്ല. നമ്മുടെ ആരാധനാലയങ്ങൾ ഇല്ലാതാകുമ്പോൾ നമ്മുടെ സാംസ്കാരിക ചിഹ്നങ്ങളും ഇല്ലാതാക്കും. ഇനിയെങ്കിലും ഉണർന്നെണീറ്റ് നമ്മുടെ
നമ്മുടെ സംസ്കാരത്തെ രക്ഷിക്കാൻ നമ്മൾ മുന്നിട്ടിറങ്ങണം. UK-യിലെ ഓരോ ഹിന്ദുവിൻ്റെയും വോട്ടിന് വലിയ ശക്തിയുണ്ട്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഹിന്ദുക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സ്ഥാനാർത്ഥികളെ മാത്രം പിന്തുണയ്ക്കാൻ നമ്മൾ തീരുമാനിക്കണം. ആരാണോ നമ്മുടെ വിശ്വാസത്തെയും ആരാധനാലയങ്ങളെയും മാനിക്കുന്നത് അവർക്ക് മാത്രം പിന്തുണ നൽകുമെന്ന് പ്രഖ്യാപിക്കുക. രാഷ്ട്രീയ നേതാക്കളെ നേരിൽ കണ്ട് നമ്മുടെ ആശങ്കകൾ ബോധ്യപ്പെടുത്തണം. ലോക്കൽ കൗൺസിൽ മുതൽ പാർലമെന്റ് വരെ നമ്മുടെ ശബ്ദം ശബ്ദമായി കേൾക്കണം. നമ്മുടെ വോട്ടിൻ്റെ ശക്തി തിരിച്ചറിയുമ്പോൾ ഇത്തരം ഭരണകൂടങ്ങൾ തീർച്ചയായും നമ്മളെ ഭയപ്പെടും. ഇസ്ലാമിക സംഘടനകളുടെ ഓരോ നീക്കവും സൂക്ഷ്മമായി നിരീക്ഷിക്കണം. യൂണിറ്റി സെന്റർ എന്ന പേരിൽ അവർ എന്താണ് ലക്ഷ്യമിടുന്നതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇത്തരത്തിലൊരു ആരാധനാലയം ഇല്ലാതാക്കുന്നത് ഒരു പ്രദേശത്തിൻ്റെ സാമൂഹിക സന്തുലിതാവസ്ഥയെ തകർക്കുന്ന നടപടിയാണെന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കണം. UK-യിലെ നിയമപാലകരെയും സാധാരണക്കാരെയും പ്രശ്നത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്നതിനായി ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കണം. ഹിന്ദു പോരാട്ടം നിയമപരവും ജനാധിപത്യപരവും മാണ്. അതൊരിക്കലും ആരെയും ആക്രമിക്കുന്നതല്ല, അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ളതാണ്. ക്ഷേത്രം നഷ്ടപ്പെട്ടാലും അത് തിരിച്ചു പിടിക്കാനുള്ള ഇച്ഛാശക്തി നമുക്കുണ്ടാകണം. അതാണ് യഥാർത്ഥ വിജയത്തിലേക്കുള്ള വഴി. സോഷ്യൽ മീഡിയയിൽ ഇതിനെതിരെ ശക്തമായ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുക. സേവ് അവർ ടെമ്പിൾ എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ച് ലോക ശ്രദ്ധ ആകർഷിക്കുക. ഓരോരുത്തരും തങ്ങളുടെ പങ്ക് നിർവഹിച്ചാൽ ഈ അനീതിക്കെതിരെ ഹിന്ദുക്കൾ വിജയിക്കും. പീറ്റർബറോയിലെ ക്ഷേത്രം വെറും ഒരു കെട്ടിടമല്ല, അത് നമ്മുടെ ആത്മാഭിമാനത്തിന്റെ പ്രതീകം കൂടിയാണ്. അത് നഷ്ടപ്പെടാൻ അനുവദിക്കരുത്. അധികൃതരുടെ കണ്ണു തുറപ്പിക്കാൻ നിയമപരമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കണം. നാം ജീവിക്കുന്ന രാജ്യത്തിന്റെ നിയമങ്ങളെ ബഹുമാനിക്കുമ്പോൾ തന്നെ നമ്മുടെ വിശ്വാസങ്ങളെ തകർക്കുന്ന ഏത് അജണ്ടയും അതിശക്തമായി എതിർക്കാൻ നാം ബാധ്യസ്ഥരാണ്. ഒരു ക്ഷേത്രം ഇല്ലാതാകുമ്പോൾ അവിടെ ഒരു സംസ്കാരം കൂടിയാണ് മണ്ണടിയുന്നത്. ആത്മീയമായ ശൂന്യത മാത്രമല്ല അവിടെ വരുന്നത്, ആ നാട്ടിലെ സാമൂഹിക സന്തുലിതാവസ്ഥയെ തന്നെ തകിടം മറിക്കുന്ന മാറ്റങ്ങളാണ്. നഗരസഭയുടെ തീരുമാനത്തെ വെറും ഒരു ഭരണപരമായ നടപടിയായി മാത്രം കാണാൻ കഴിയില്ല. സാമ്പത്തിക ബാധ്യത തീർക്കാൻ വലിയ തുക വാഗ്ദാനം ചെയ്ത ഹിന്ദു സമാജത്തെ തഴഞ്ഞ് കുറഞ്ഞ തുകയ്ക്ക് മസ്ജിദിന് നൽകിയത് വോട്ട് ബാങ്ക് പ്രീണനവും ആസൂത്രിതമായ അജണ്ടയുടെ ഭാഗവുമാണ്. ഇവിടെയാണ് നമ്മുടെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടത്. ഈ നടപടിയെ നാം ഒരു സാംസ്കാരിക അധിനിവേശമെന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. ജിഹാദി ചിന്താഗതികളും ഗ്രൂമിംഗ് ഗ്യാങ്ങുകളും വഴി UK-യുടെ സാമൂഹിക സുരക്ഷിതത്വം ഇന്ന് അപകടത്തിലാണെന്ന യാഥാർത്ഥ്യം നമ്മൾ തുറന്ന് സമ്മതിക്കണം. ഇതിനെതിരെ ശബ്ദമുയർത്തുന്നത് വർഗീയതയല്ല, നമ്മുടെ മക്കൾക്കും വരും തലമുറകൾക്കും വേണ്ടി സ്വന്തം പൈതൃകം കാത്തു സൂക്ഷിക്കാനുള്ള അവകാശമാണ്. ഇത്തരം സംഭവങ്ങൾ തുടരാൻ അനുവദിച്ചാൽ ഭാവിയിൽ ലണ്ടൻ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഹൈന്ദവ സാന്നിധ്യം തന്നെ ചോദ്യം ചെയ്യപ്പെടും. പീറ്റർബറോയിലെ ഹിന്ദുക്കൾ കാണിച്ച ഇച്ഛാശക്തി, അതായത് ഗോഫൗണ്ട്മിയിലൂടെ പണം സമാഹരിച്ചതും ഹൈക്കോടതിയിൽ പോരാടുന്നതും എല്ലാം ഹിന്ദുക്കൾക്കും മാതൃകയാകണം. ഇത് കേവലം ക്ഷേത്ര സംരക്ഷണത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ആത്മാഭിമാനത്തിന് വേണ്ടിയുള്ള പോരാട്ടം കൂടിയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഭരണകൂടങ്ങളെ വിചാരണ ചെയ്യുക എന്നത് തന്നെയാണ്. നമ്മുടെ വോട്ടിൻ്റെ ശക്തി തിരിച്ചറിയാത്ത ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും അത് തിരിച്ചറിയുന്ന കാലം അതിവിദൂരമല്ല. നമ്മുടെ ആരാധനാലയങ്ങൾ വെറും കല്ലും മണ്ണുമല്ല, അവ നമ്മുടെ ആത്മാവാണ്. അധിനിവേശത്തിന് മുന്നിൽ തലകുനിക്കുന്ന സംസ്കാരമല്ല നമ്മുടേത്. അന്യായങ്ങൾക്കെതിരെ പോരാടി വിജയം വരിക്കുകയാണ് നമ്മുടെ പാരമ്പര്യം. ഈ അനീതിക്കെതിരെ ഹിന്ദു ഒന്നാകണം, ശബ്ദമുയർത്തണം. ചരിത്രം നമ്മളെ വിലയിരുത്തുന്നത് നാം എത്ര പേർ ചേർന്നാണ് ആരാധനാലയങ്ങൾ പണിതതെന്നതിനേക്കാൾ ഉപരിയായി എത്രമാത്രം ആർജവത്തോടെ നാം അവയെ സംരക്ഷിച്ചു എന്നതിലായിരിക്കണം. വരും തലമുറയ്ക്ക് കൈമാറേണ്ടത് ഭയമല്ല, തലയുയർത്തി നിൽക്കാനുള്ള ആത്മവിശ്വാസമാണ്. പീറ്റർബറോയിൽ തുടങ്ങിയ ഈ പോരാട്ടം നീതി ലഭിക്കും വരെയും നമ്മുടെ വിശ്വാസം സുരക്ഷിതമാകും വരെയും തുടരുക തന്നെ വേണം. കാരണം ധർമ്മം എന്നും സത്യത്തിനൊപ്പമാണ്. ജിഹാദി കുടിയേറ്റത്തിൻ്റെയും ഗ്രൂമിംഗ് ഗ്യാങ് പോലുള്ള സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും അജണ്ടകൾക്ക് മുന്നിൽ നമ്മൾ തലകുനിക്കാൻ പാടില്ല. ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കളുടെ ഐക്യം ഈ പ്രതിസന്ധി അതിജീവിക്കാൻ നമ്മെ സഹായിക്കും. നമ്മുടെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കുക എന്നത് നമ്മുടെ കടമയാണ്. ഈ വാർത്തയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.